രാഷ്ട്രീയം എന്നത് പണം പിരിക്കാനുള്ളതല്ല, ജനങ്ങളെ സേവിക്കാനുള്ളതാണ് എന്നതാണ് ജോസഫ് വിജയ് അധികാരത്തിലേറുന്നതിന് മുൻപ് പറഞ്ഞത്. മെയ് 10-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രിയായതിനു ശേഷവും ആ വാക്കുകളോട് വിജയ് നീതി പുലർത്തുന്നു എന്ന് വേണം തന്നെ കരുതാൻ. വിജയ് നടത്തുന്ന ഓരോ പ്രഖ്യാപനങ്ങളും മാറ്റങ്ങളും തമിഴ്നാട് ജനതയ്ക്ക് വലിയൊരു ആശ്വാസം നൽകുന്നതാണ്. വർഷങ്ങളായി DMKയും അണ്ണാ DMKയും ഭരിച്ചുകൊണ്ടിരുന്ന തമിഴ്നാട് രാഷ്ട്രീയത്തെ TVKയുടെ കൈകളിലേക്ക് അധികാരമേൽപ്പിച്ച് 108 സീറ്റിൽ നിന്നുണ്ടാക്കി പിന്നീട് 120ലേക്ക് കൊണ്ടെത്തിച്ച ജോസഫ് വിജയ് തമിഴ്നാട്ടിൽ ഒരു പുതിയ മാറ്റമാണ് സൃഷ്ടിക്കുന്നത്. അതിൽ കർഷകർക്കാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മുൻഗണന കിട്ടുന്നത് എന്നത് പറയേണ്ടി വരും. 5 ഏക്കറിൽ താഴെ ഭൂമിയുള്ള ചെറുകിട കർഷകരുടെ സഹകരണ ബാങ്കുകളിലെ കടങ്ങൾ പൂർണ്ണമായും സർക്കാർ അങ്ങ് എഴുതി തള്ളി. ഇനി 5 ഏക്കറിന് മുകളിൽ ഭൂമിയുള്ള കർഷകരുടെ കടത്തിൽ 50% ഇളവും പ്രഖ്യാപിച്ചിരിക്കുന്നു സർക്കാർ. 2 ഏക്കറിന് താഴെ ഭൂമിയുള്ളവരും ഭൂരഹിതരായ കർഷക തൊഴിലാളികളുടെയും മക്കളുടെ വിദ്യാഭ്യാസ ചെലവുകൾ പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്തു. ഇതൊക്കെ നടപ്പിലാക്കാൻ കഴിയും കേട്ടോ. 10 ലക്ഷം കോടി കടമാണ് ഖജനാവിൽ ഉള്ളത് എന്നതാണ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് അധികാരത്തിലേക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്ന ഒരു വാചകം. എന്നാൽ ഇത്രയും കടം വെച്ചിട്ട് പോലും ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാമെന്നതുകൂടി വിജയ് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട പ്രസ്താവനയാണ്. കർഷകർക്ക് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന സാഹചര്യം, സർക്കാരിൽ എത്രമാത്രം വിശ്വാസം അർപ്പിക്കാൻ തുടങ്ങിയ നിരവധി സാഹചര്യങ്ങൾ ജോസഫ് വിജയ് എന്ന മുഖ്യമന്ത്രിയിലൂടെ പാവപ്പെട്ട കർഷക തൊഴിലാളികൾക്ക് കിട്ടുന്നുണ്ട്. അത് അവർക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സുരക്ഷിതത്വം എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. കടങ്ങൾ എഴുതി തള്ളുക, കടങ്ങൾ 50% ഇളവ് പ്രഖ്യാപിക്കുക, ഭൂരഹിതരായ കർഷകരുടെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവ് ഉൾപ്പെടെ സർക്കാർ ഏറ്റെടുക്കുന്ന സാഹചര്യം എന്ന് പറയുമ്പോൾ ഇത് സിനിമാ കഥയല്ല, ഇത് റിയാലിറ്റിയാണ്. ഇത് TVK പറഞ്ഞിരുന്നതാണ്, അതവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നടത്തുന്ന മുന്നേറ്റങ്ങളാണ് പറഞ്ഞ വാക്കിന് വില കൽപ്പിക്കുന്ന മുഖ്യമന്ത്രിയെ നമ്മുടെ അയൽ സംസ്ഥാനത്ത് കാണാൻ കഴിയുന്ന കാഴ്ച ഇവിടെ പ്രകടമാകുന്നത്. ഇനി സിനിമാക്കാരിലേക്ക് വരാം. സിനിമാക്കാരിലെ നിർമ്മാതാക്കൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ രാവിലെ 9 മണിക്കുള്ള ഫാൻ ഷോ പരിപാടിയാണ്. അതിന് എല്ലായ്പ്പോഴും ഓരോ സിനിമയ്ക്കും സർക്കാരിൽ നിന്നും ഈ അനുമതി വാങ്ങിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സൂര്യ ചിത്രമായ കറുപ്പിനും ഈ 9 മണിക്കുള്ള ഫാൻ ഷോയ്ക്ക് വേണ്ടിയിട്ട് CM ആയ ജോസഫ് വിജയ് ഒപ്പിട്ട് കൊടുക്കണം, എന്നാലേ 9 മണിയുടെ ഷോ നടത്തുകയുള്ളൂ. ഇപ്പോഴിതാ വിജയ് നടത്തുന്നൊരു പ്രഖ്യാപനം, അങ്ങനെ എപ്പോഴും വന്ന് എൻ്റെ അടുത്ത് വന്ന് ഒപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ സിനിമകൾക്കും, പ്രധാനപ്പെട്ട എല്ലാ സിനിമകൾക്കും ആദ്യത്തെ ഒരാഴ്ചയിൽ ഒരു ദിവസം 5 ഷോ വെച്ച് കളിക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാം കേരളത്തിൽ 8 മണിക്ക് ഫാൻ ഷോ നടക്കാറുണ്ട്, അർദ്ധരാത്രി 12 മണിക്ക് ഫാൻ ഷോ നടക്കാറുണ്ട്, 4 മണിക്ക് ഫാൻ ഷോ നടക്കാറുണ്ട്, അങ്ങനെ പല രീതിയിലും ഫാൻ ഷോ നടക്കാറുണ്ട്. പക്ഷെ തമിഴ്നാട്ടിൽ ഈ ആരാധന ഭക്തത കൂടിയത് കൊണ്ട് തന്നെ അവിടെ പല രീതിയിലുമുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ ഫ്ലക്സിന് മുകളിലേക്ക് കയറുക, പാലഭിഷേകം ഒഴിക്കുക, അങ്ങനെ തുടങ്ങി നിരവധി സംഭവങ്ങൾ, അവിടെ മരണം വരെ സംഭവിച്ച പല ഇൻസിഡൻസും ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ടാണ് തമിഴ്നാട് സർക്കാർ ഇങ്ങനൊരു റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നത്. അങ്ങനെ അതിരാവിലെ ഒന്നും ഫാൻ ഷോ വേണ്ട, ഫാൻ ഷോ ഉണ്ടെങ്കിൽ തന്നെ അത് രാവിലെ 9 മണിക്ക് മതി. തമിഴ് സിനിമകൾ അവിടെ രാവിലെ 9 മണിക്ക് കളിക്കുമ്പോൾ ഇവിടെ തമിഴ് സിനിമകൾ പലതും 6 മണിക്ക് തന്നെ ചാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് തമിഴ്നാട്ടുകാർ തമിഴ് സിനിമ കാണുന്നതിന് മുമ്പേ മലയാളികൾ ഇപ്പോഴും തമിഴ് സിനിമ കാണുന്ന പല ഇൻസ്റ്റൻസസ് നമുക്ക് ചരിത്രത്തിലുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. അവിടെ നിന്നുകൊണ്ടാണ് വിജയ് ഒരു പ്രഖ്യാപനം നടത്തുന്നത്. ആദ്യത്തെ ഒരാഴ്ച 5 ഷോ കളിക്കാം. ഈ 5 ഷോ കളിക്കുമ്പോൾ പ്രത്യേകത എന്താണ് പ്രിയപ്പെട്ട പക്ഷേ, അതായത് 9 മണിക്ക് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ അതിന് മുമ്പ് 5 മണിക്കോ 6 മണിക്കോ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 5 ഷോയേക്കാൾ മുകളിൽ പോകും, അതിനേക്കാൾ മുകളിൽ പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും വിജയ് ഈ 5 ഷോ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ 9 മണിക്ക് തന്നെ ഷോ തുടങ്ങും. പക്ഷെ 9 മണിക്ക് തുടങ്ങുന്ന ഷോയ്ക്ക് എപ്പോഴും വന്ന് സർക്കാരിനെ കണ്ട് അനുവാദം വാങ്ങണമെന്നില്ല. സർക്കാർ അത് അനുവദിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് നിർമ്മാതാക്കൾക്ക് ഉണ്ടാക്കുന്ന തലവേദന കുറവ് ചെറുതൊന്നുമല്ല കേട്ടോ. കാരണം വലിയ സ്റ്റാർസിനൊക്കെ വെച്ച് സിനിമ ചെയ്യുന്ന സമയത്ത് അതൊരു വലിയ തലവേദന ഇല്ലായ്മയാണ് നടക്കുന്നത്. അത് വിജയ് എന്ന് പറയുന്ന ഇത്രയും വലിയൊരു ബ്രാൻഡിനും അവിടുത്തെ ദളപതിക്കും സ്വാഭാവികമായിട്ടും മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു അപ്രൂവലും കൂടെ വരുമ്പോഴേക്കും അത് ഭയങ്കരമായ രീതിയിൽ മുന്നോട്ട് വരുന്നുണ്ട്. അങ്ങനെ കർഷകർക്ക്, വിദ്യാർത്ഥികൾക്ക് ഞാൻ പറയാൻ കാരണം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുമ്പോൾ അത് വിദ്യാർത്ഥികൾക്കും സന്തോഷം നൽകുന്നു, നിർമ്മാതാക്കൾക്ക്, താരങ്ങൾക്ക് ഉൾപ്പെടെ സന്തോഷം നൽകുന്നു. അങ്ങനെ സിനിമാ മേഖല, കർഷക തൊഴിലാളികളുടെ സങ്കടങ്ങൾ, ഈ വിദ്യാർത്ഥികളുടെ സങ്കടങ്ങൾ എല്ലാം കേൾക്കുന്നു വിജയ്. ഇവിടെ സ്ത്രീകളുടെ സങ്കടങ്ങൾ കേട്ടുകൊണ്ട് ടാസ്മാക് ഷോപ്പുകൾ, അത് ബസ് സ്റ്റാൻഡുകൾക്ക് പരിസരത്ത് നിൽക്കുന്ന ടാസ്മാക് ഷോപ്പുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അടുത്ത് നിൽക്കുന്ന ടാസ്മാക് ഷോപ്പുകൾ എല്ലാം ഷട്ടർഡ് എന്ന് തന്നെയാണ് വിജയ് പറഞ്ഞത്. അതിനകത്ത് സാമ്പത്തിക പ്രതിസന്ധി എത്ര വന്നാലും സർക്കാർ നോക്കിക്കോളാം എന്നുള്ള വിജയുടെ കോൺഫിഡൻസിനാണ് നമ്മൾ മാർക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു പ്രഖ്യാപനം അധികാരത്തിലേറി 1 മാസം തികയുന്നതിന് മുമ്പേ ഇത്രയധികം പ്രഖ്യാപനങ്ങൾ നടത്തുക, അത് നടത്തുക, അത് പ്രഖ്യാപിച്ചാൽ മാത്രം പോലും അത് നടപ്പിലാക്കുക എന്ന് പറയുമ്പോഴാണ് വിജയ് എന്ന CM ഒരു ബ്രാൻഡായി മാറുക. ജനങ്ങൾ കൊടുത്തിരിക്കുന്ന വോട്ടിന് കൃത്യമായ നീതി നടപ്പാക്കുന്ന രീതിയിലേക്ക് വിജയുടെ മാറ്റങ്ങൾ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ
പോലീസ് ഓഫീസേഴ്സിനോട് CM പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാചകങ്ങൾ 2-3 എണ്ണം എന്ന് പറയുന്നത് പീഡന കേസുകളോ അല്ലെങ്കിൽ ബലാത്സംഗ കേസുകൾ, കുറ്റകൃത്യങ്ങൾ നടത്തുന്ന കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ അവരനുഭവിച്ച വേദനയേക്കാൾ കൂടുതൽ ഈ ചെയ്ത റേപ്പിസ്റ്റുകൾക്ക് കിട്ടണം എന്നുള്ളത് തന്നെയാണ് CM പോലീസ് ഓഫീസേഴ്സിന് കൊടുത്തിരിക്കുന്ന വാക്കുകൾ എന്ന് പറയുന്നത്. സോ ആഭ്യന്തരത്തിലായിക്കോട്ടെ അല്ലാതെ സാധാരണപ്പെട്ട ജനങ്ങളുടെ കണ്ണീരിലായിക്കോട്ടെ കൃത്യമായി വിജയ് കൊടുക്കുന്ന ഒരു അണ്ണൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഈ അണ്ണൻ എന്ന് പറയുന്നത് വെറുതെ അല്ല. അതുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് തന്നെ വിജയ് പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ സഹോദരനാണ്. ഇതെല്ലാം പറയുന്നത് ഇതൊരു സിനിമാറ്റിക് ഡയലോഗ് കാരണമല്ല. ഒരു ഭരണകൂടത്തിനോട് ജനങ്ങൾക്കൊരു വിശ്വാസ്യത തോന്നണമെങ്കിൽ ആ ഭരണകൂടം എന്ന് പറയുന്നത് എവിടെയോ നിൽക്കുന്നതല്ലാണ്ട് ജനങ്ങളുടെ വീടിന് മുന്നിൽ നിൽക്കുന്ന ഭരണകൂടമാണെന്ന് തോന്നിപ്പിക്കുക എന്നത് തന്നെയാണ്. അത് തോന്നിപ്പിച്ചാൽ മാത്രം പോരാ, പ്രാവർത്തികമാക്കുകയും വേണം. അവിടെയാണ് വിജയുടെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഈ പൊളിറ്റിക്കൽ സ്റ്റഡി ടു 2026 CM ആകുന്നത് വരെയുള്ള വളർച്ച, ദാറ്റ് ഗ്രോത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ വിജയ് നടത്തുന്ന നല്ല നല്ല മാറ്റങ്ങൾ, വാക്ക് പാലിക്കുന്നവയൊക്കെ പാലിക്കുകയാണ്. അതിന് അഭിനന്ദനം അർഹിക്കുക തന്നെ വേണമെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുക തന്നെ ചെയ്യും. എതിർക്കേണ്ടതാണെങ്കിൽ അത് എതിർക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ വിജയുടെ ജോത്സ്യനെ അദ്ദേഹം കൃത്യമായൊരു സർക്കാർ പോസ്റ്റ് കൊടുത്തപ്പോൾ നമ്മളത് എതിർത്തു. എതിർക്കേണ്ടതാണെങ്കിൽ അത് എതിർക്കും. അത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. പക്ഷെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നല്ലതാണെന്ന് എടുത്തു പറയാനും ഇവിടെ ഒരു മടിയുമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.